റോജിയേട്ടാ ഇതെന്താ ടോർച്ചൊക്കെ അടിച്ചിട്ട് എന്താ സംഭവം എന്താ? നിങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടോ, ചേട്ടൻ കാണിച്ചു തരോ? ക്യാമറ ഒന്ന് കാണിച്ച് താഴ്ത്തി കാണിച്ച്. ഇത് ഇവിടുത്തെ കിണറിലെ വെള്ളമാണ്. ഇപ്പം ഏകദേശം ഗ്രൗണ്ട് ലെവലിൽ വന്നേക്കണേണ്. ഓക്കെ ഓക്കെ, അടുത്ത് കാണിച്ചു തരട്ടോ. ഇത് കേരള വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്തേക്കണ വെള്ളമാണ്. ഒന്ന് കാണിക്കോ, ക്യാമറ കാണിക്കോ അതിനകത്തോട്ട്. ഞങ്ങളുടെ കളർ കണ്ട ഇത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റി തന്നെ, കേരള വാട്ടർ അതോറിറ്റി നമുക്ക് സപ്ലൈ ചെയ്തേക്കണ വെള്ളം. ഇത് നമ്മ ഒരു മാസം മുമ്പ് ടാങ്കിൽ ലോറിക്ക് അടിച്ച വെള്ളമാണിത്. ക്യാമറ കാണിക്കോ. എന്ത് ക്ലീൻ ആണ് നോക്കിയേ. ടാങ്കെല്ലാം നമ്മൾ ഒരേ സമയത്ത് ക്ലീൻ ചെയ്തതാണിത്. കണ്ട വ്യത്യാസം കണ്ട. ചേട്ടൻ നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? ഇതിപ്പോൾ ചേട്ടൻ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല, ഞാനും കൊച്ചി താമസിക്കുന്ന ആളാണ്. എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വെള്ളം കുടിച്ച് ഒരുപാട് ആൾക്കാർ പറ്റി. അത് ഏത് വെള്ളം കുടിച്ച് നമുക്കറിയില്ല, വാട്ടർ അതോറിറ്റിയാണോ ടാങ്കിലോട് അടിച്ച വെള്ളമാണെന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ ജീവൻ പണയം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നാണ് കുടിവെള്ളം. അതുപോലും നമുക്കിവിടെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ, അതായത് ശരിക്കും കുടിവെള്ളത്തിന് നമ്മുടെ ഇപ്പോൾ ലോകത്തെ പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് പെരിയാർ ഇന്നവരെ പറ്റിയിട്ടില്ല. നല്ല വെള്ളമുണ്ട്, അത് ഫിൽറ്റർ ചെയ്ത് തരാം. പക്ഷേ ഈ ഫിൽറ്റർ ചെയ്യണ പ്ലാന്റ് ഇവർ എത്ര വർഷം മുമ്പ് പണിതേക്കണേ? വർഷങ്ങളായി പഴയ പ്ലാന്റ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കോർപ്പറേഷനിലോട്ടും 5 മുനിസിപ്പാലിറ്റിയിലോട്ടും പിന്നെ 10-13 പഞ്ചായത്തിലോട്ടും സപ്ലൈ ചെയ്യണത്. അപ്പോൾ അത് ജനങ്ങൾക്ക് അത് തികയില്ല, അത് അത്തരം വെള്ളം. പക്ഷേ തികയില്ലെന്ന് അവർക്ക് അറിയാം. പക്ഷേ ഇവർ എന്നാലും പ്ലാന്റ് പുതിയത് പണിയാനുള്ള. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേശമൻ റോഡ് എന്ന് പറയും, MP താമസിക്കണം ഈ റോഡിൽ തന്നെയാണ്. നമുക്ക് വർഷങ്ങളായിട്ട് വെള്ളമില്ല. എത്ര വർഷമായിട്ട്? ഇപ്പോൾ ഇത് 2001 തൊട്ട് വെള്ളത്തിന് രൂക്ഷമായിട്ട് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുന്നതാണ്. അത് കൂടി വന്ന് ഇപ്പോൾ കഴിഞ്ഞ 7 മാസമായിട്ട് വെള്ളം ഒട്ടുമില്ല. പക്ഷേ ഈ ഒട്ടുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പലപ്പോഴും കംപ്ലയിൻറ്റ് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അതെല്ലാം കൊടുത്തിട്ടും ഒരു രക്ഷയില്ലാണ്ടേ. വാട്ടർ അതോറിറ്റിയുടെ ചീഫ് എഞ്ചിനീയർ കൊടുത്ത്, MD കൊടുത്ത്, ഒരു രക്ഷയില്ല. എന്നിട്ട് അവരൊന്ന് ചെക്ക് ചെയ്യും, റോഡ് കുത്തിപ്പൊളിക്കും, അവിടെ ചെക്ക് ചെയ്യും. സത്യത്തിൽ ഇവർക്ക് ഈ റോട്ടിൽ കൂടി എത്ര പൈപ്പ് പോയിട്ടുണ്ടെന്നുള്ള കണക്കുപോലും ഇല്ല, ഡ്രോയിങ് ഒന്നുമില്ല ഇവരെടുത്ത്. ഇവർ വന്ന് കുത്തിപ്പൊളിച്ച് നോക്കും. ആരെങ്കിലും പഴയ പണിക്കാർ പറയും അപ്പുറത്തോടെ ഒരു പൈപ്പ് പോയിട്ടെന്ന് പറഞ്ഞാൽ അവിടെയും കുത്തിപ്പൊളിച്ച് നോക്കും, പക്ഷെ വെള്ളമില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഈ ദേശമന്നി റോട്ടിൽ കൂടി ഇട്ടേക്കണത് പഴയ പൈപ്പാണ്. അതായത് ശരിക്ക് ആസ്പെറ്റോസ് സിമെൻറ്റ് പൈപ്പ്, AC പൈപ്പ്. അപ്പോൾ ഈ പഴയ പൈപ്പ് നിന്നാണ് ഇവർ ഇത്ര നാൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം വീട് പണിത്, ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ഖത്തറിലുണ്ടായിരുന്നു, അതുപോലെ തൈവാനിലുണ്ടായിരുന്നുണ്ട്, ചൈനയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇവിടെ ഒന്നും നമ്മൾ വെള്ളത്തിന് ഇന്നവരെ ക്ഷാമം ഉണ്ടായിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഈ പെരിയാർ അടുത്ത് കിടന്നിട്ട് പോലും നമ്മൾ വെള്ളത്തിൽ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആരെ കുഴപ്പമാണത് ശരിയാണ്. പിന്നെ ശരിയാണ്, കാരണം ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ അകലുണ്ട്, എത്രയോ പുഴകൾ ഒഴുകുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല ഇവിടെ. അപ്പോൾ ഇവർ ഇത് മനഃപൂർവ്വം ചെയ്യണതാണ്. പിന്നെ അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒരു വകുപ്പ് മന്ത്രി വരെ ഇരിപ്പുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊരു പിടിയില്ല. അല്ല ചേട്ടാ, ഇവിടെ ഇപ്പോൾ കുടിവെള്ളം തീർന്നു കഴിഞ്ഞാൽ ചേട്ടൻ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇപ്പോൾ കുടിവെള്ളം തീർന്നു. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ വീട് ഇപ്പോൾ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് വെച്ചേക്കണത്. അപ്പോൾ ഈ ബിൽഡിംഗ് വെച്ചേക്കണത് ബിൽഡിംഗ് വെച്ചിട്ട് നമ്മൾ വാടക കൊടുത്തിട്ട് ലോൺ അടച്ചു തീർക്കണമെന്നുള്ള പ്ലാനായിരുന്നു. നമ്മൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത പൈസ കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കണത്. അതായത് ഗൾഫിലിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ കേരളം വികസിക്കുന്നു, അതിപ്പോൾ സംഭവമാണ്, ഭയങ്കര മലമറിച്ച് സംഭവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അവിടേക്ക് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും കേരളത്തിൽ പോയിട്ടൊന്ന് സെറ്റപ്പ് ആവണം. അപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വീടും ഒക്കെ വെച്ച്, അത് നമ്മുടെ എല്ലാ മലയാളികളുടെ ഒരു ആഗ്രഹം പോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊരു അബദ്ധം നിറഞ്ഞൊരു ആഗ്രഹമായിരുന്നു സത്യത്തിൽ. അത് കാരണം ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ യുവാക്കൾ മുഴുവനും പുറത്തോട്ട് പോണത്, വിദേശത്ത് തന്നെ സെറ്റിലാകാൻ നോക്കണത്. അപ്പോൾ ഇപ്പോൾ ഈ വീട് വാടക കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ലോൺ അടക്കാമെന്നുള്ള സ്വപ്നത്തിലൊക്കെ വന്ന്. പക്ഷേ ഇവിടെ കുടിവെള്ളമില്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ താമസിക്കുമോ? അല്ല ചേട്ടാ, ഞാൻ കഴിഞ്ഞു നോക്കിയിട്ട് ഇപ്പോൾ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അവർ എന്താ ചെയ്യുന്നത്? കുടിവെള്ളം ഇല്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വരുന്നത് ഒരു അവിടുത്തെ ഒരു സൂപ്രണ്ട് ആരെങ്കിലും വിളിക്കും, എന്താ വെള്ളം ഇല്ലാത്തത്, ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷെ നമ്മളപ്പോൾ പറയും ഇവിടെ എങ്ങും വെള്ളമില്ല. ലാസ്റ്റ് ഇവിടെ നാട്ടുകാർ കൂട്ടിയിട്ട് സമരമായിട്ട് വരാൻ സമരമായിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ വരും. അപ്പോൾ അതിനിടയ്ക്ക് മേയർ പറഞ്ഞത് നമ്മൾ പദ്ധതിയിൽപ്പെടുത്തും. അപ്പോഴാണ് ഈ പദ്ധതിപ്പെടുത്തുന്ന കാര്യമൊക്കെ പറയണത്. അപ്പോൾ ഈ വർഷങ്ങളായിട്ട് പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ജനറൽ പദ്ധതി ഉണ്ടായിരുന്നു, അതിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുള്ള സ്ഥലമുണ്ട് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഈ ജനറൽ പദ്ധതി പെടുത്തിയില്ല. ഇപ്പം ആ പദ്ധതി കഴിഞ്ഞിട്ട് ഇപ്പം അല്ല, അത് അങ്ങനെ കാര്യം കേട്ടു. അതായത് വർഷങ്ങളായിട്ട് അമൃതം പദ്ധതിയുടെ ഫണ്ട് ലോസ് ആക്കുന്നു എന്നൊരു വാർത്ത കിട്ടും.
അത് അമൃതം പദ്ധതി ശരിക്ക് അമൃതം പദ്ധതി 1 ഉണ്ടായിരുന്നു. ആ 1-ൽ ഇവരിത് പെടുത്തിയിട്ടില്ല. പെടുത്താത്തതുകൊണ്ട് നല്ലൊരു എമൗണ്ട് ലാപ്സായി പോയി. അപ്പോൾ രണ്ടാമത്തെ കേസ് ഇപ്പോൾ 2 ആണ് നടക്കുന്നത്. ഈ 2-ലും നമ്മ ഇത് പെടുത്തുന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ. പൈപ്പ് ഇട്ടാൽ മാത്രം മതി, പൈപ്പിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ദേശാഭിമാനി റോട്ടിലെ പൈപ്പ് പഴയ പൈപ്പ് മാറ്റില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ മേളിൽ കൂടെ ഇടുള്ളൂ അവർ. പുതിയ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. പക്ഷേ ഇവരത് ചെയ്യണില്ല. നിസ്സാര സംഭവം. അതായത് ടാങ്ക് ലോറിക്ക് വിളിച്ച് പറഞ്ഞാൽ ടാങ്ക് ലോറി അപ്പം തന്നെ വരും. അതായത് കിലോമീറ്റർ അകലെയാണെങ്കിലും ടാങ്ക് ലോറി അപ്പം തന്നെ വരും. പക്ഷേ പൈപ്പിൽ വെള്ളം വരില്ല. ഇപ്പം ടാങ്ക് ലോറിക്ക് നമുക്ക് അടിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. കാരണം അത് പ്രൈവറ്റ് ആണല്ലോ. അവർ സർവീസ് ചെയ്താൽ പ്രൈവറ്റും അല്ലാതെ ഉണ്ടല്ലോ. കൗൺസിലർ വിളിച്ച് പറഞ്ഞാൽ അടിപ്പിക്കുന്നവരുടെ ഉണ്ടല്ലോ. കൗൺസിലർ വിളിച്ചാണ്. അത് ഒരു പ്രാവശ്യം ഞാൻ പുള്ളിനെ വിളിച്ചപ്പോൾ ഫണ്ട് പോകണമെന്നാണ് പറയണത്. ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രൈവറ്റിൽ തന്നെ കൊണ്ട് അടിപ്പിച്ചത്. കാരണം നമുക്കിപ്പോൾ വെള്ളം ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട്. ഇത് ചേട്ടാ നമ്മളെല്ലാവരും ഈ പ്രൈവറ്റ് വെള്ളം ആശ്രയിക്കണം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇവരതാണ് ചെയ്യണത്. കാരണം ഗവൺമെന്റിന്റെ ജീവനക്കാർ ഗവൺമെന്റ് ശമ്പളം മേടിച്ചിരുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ചെയ്യേണ്ട ഒരു ജോലി ചെയ്തിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടേണ്ട വല്ല ആവശ്യം വരുമോ? ആർക്കും വരില്ല. ഇപ്പം നിയമമല്ലേ. ഇപ്പോൾ നമ്മൾ ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ എവിടെയാണ് ഇത്ര വലിയ നദിയൊക്കെ ഉള്ളത്? പക്ഷെ അവർ ഉപ്പുവെള്ളം ട്രീറ്റ് ചെയ്ത് അവർ നമുക്ക് അതുപോലും വേണ്ട. ആലുവ പുഴ പറ്റാറില്ല. ആലുവ പുഴയിൽ ഫുൾ ടൈം വെള്ളമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ശുദ്ധീകരണശാല പോയി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവിടുത്തെ നിലവിലെ അവസ്ഥ എന്താണെന്ന്. ഒരു പ്ലാനിങ്ങില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഉദ്യോഗസ്ഥരോടും MLA-യോടും MP-യോടും വലതും ഇടതും ഭരിക്കുന്ന എല്ലാ പാർട്ടിക്കാരും പറയുന്നത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി നിങ്ങൾ എന്താണ് ചെയ്യണതെന്നും. ഇവിടെ ഒരു പൈപ്പ് വാട്ടർ അതോറിറ്റിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണി ഇവിടെ ഇല്ല. ഒരു പൈപ്പ് മാത്രം ഇട്ടാൽ തീരാവുന്ന ഇഷ്യൂലാണ് ഈ എറണാകുളം ജില്ലയിൽ ഇത്രയും ജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുന്നതും നിങ്ങളെല്ലാം ചെയ്യുന്നതും. ഇപ്പോൾ ഈ പറഞ്ഞ വാട്ടർ സപ്ലൈ ആണെങ്കിൽ അത് പെട്ടെന്ന് പറന്ന് വരും. കുടിവെള്ളം പൈപ്പിൽ വരില്ല. ഈ പൊട്ടുന്ന ടൈപ്പ് പൈപ്പാണ് ഈ റോഡിൽ മൊത്തം ഇട്ടിരുന്നത്. ഇവർക്ക് നന്നായിട്ട് അറിയാം ഈ പൈപ്പ് പൊട്ടുകയും ചെയ്യുമെന്ന്. ചേട്ടാ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇത് നമ്മുടെ ടാക്സ് സ്റ്റേറ്റിനും സെൻട്രലിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രലിൻ്റെ ടാക്സ് വെച്ചിട്ടാണ് ഇവർ ഓരോ പദ്ധതി പ്ലാൻ ചെയ്ത് തന്നത്. ഏതായാലും ഇത് അധ്വാനിച്ച പൈസയാണിത്. അല്ലാണ്ട് ആരും സെൻട്രൽ ഗവൺമെൻറ്റുകാർ മറ്റേ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൈസ ഒന്നുമല്ല. നമ്മുടെ അടക്കുന്ന ടാക്സിൻ്റെ പൈസയാണ് നമ്മുടെ ഇതിലേക്ക് വന്നത്. പക്ഷേ ആ പദ്ധതിയെങ്കിലും നമുക്ക് നടപ്പിലാക്കുക. നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ സ്വർഗ്ഗമാക്കാൻ പറ്റും. പക്ഷേ ഇത് ഇവർ ചെയ്യണില്ല. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും അഴിമതി നടത്തിക്കോ. അതിനൊന്നും ഇപ്പോൾ അതിനകത്തിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഇഷ്ടമാണ് പറഞ്ഞത്. പക്ഷേ കുടിവെള്ളത്തിലും ഭക്ഷണത്തിലും മൊത്തത്തിലുള്ള മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് അത് വരും തലമുറയ്ക്കും ഇപ്പോൾ നിലവിലൂടെ ഒരൊറ്റ പിള്ളേരില്ല. കേരളം ഭ്രാന്താലയം ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഈ നിലവിൽ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങളുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാവും. ഒന്ന് സാധാരണക്കാരൻ്റെ മക്കളോ അല്ലെങ്കിൽ സാധാരണക്കാരൊന്നും ഇങ്ങനെ ഇല്ല. അതായത് ഒരു നേരത്തെ വെള്ളം തീർന്നു പോയാൽ അന്നത്തെ അരിക്ക് വെള്ളം ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാ ജനങ്ങളും. ഇവർക്കൊന്നും ഇപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വെള്ളം വാങ്ങാനുള്ള നിവൃത്തിയൊന്നുമില്ല. ഇപ്പം നമ്മൾ ചേട്ടാ ഒരു വീടുകളിലാണെങ്കിൽ വെള്ളം തീർന്നു പോയി നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പോയി ഒരു 60 രൂപ കൊടുത്ത് ഒരു ക്യാൻ വെള്ളം വാങ്ങാൻ അടുത്ത ഓപ്ഷനുള്ളൂ. അതുള്ളൂ ഒരു 60 രൂപ മേടിക്കും. പക്ഷേ എത്ര മേടിക്കും? നമ്മുടെ വീട്ടിൽ വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ വാട്ടർ ബില്ല് കറക്റ്റായിട്ട് അടയ്ക്കണം. അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ടാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മൾ ബില്ല് അടക്കണം. എത്ര ലിറ്റർ വെള്ളം കിട്ടിയെന്നുള്ളതില്ല. ശരിക്കും നോക്കൂലി എന്ന് പറഞ്ഞ സംഭവം കേട്ടില്ലേ? അതായത് പണിയെടുക്കാണ്ട് കൂലി മേടിക്കുന്നത്. നമ്മൾ എല്ലാവരും അതിനെതിരായിരുന്നു. ലാസ്റ്റ് അത് നിർത്തിയിലാക്കി. പക്ഷെ സർക്കാർ സ്പോൺസറായിട്ട് ചെയ്യണത് എന്താണ്? അതായത് നോക്കൂലിയല്ല, ഇരിപ്പ് കൂലി. ഒരു ഇരിപ്പ് കൂലി. അതായത് കുറേ ഓഫീസിൽ കുറേ ആൾക്കാർ പണിയെടുക്കുന്നത്. ഒരു വീട്ടിൽ കൊണ്ടുവന്ന് പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൈസ അടച്ചോളണം, ഇല്ലെങ്കിൽ കട്ട് ചെയ്യും. അത് വെള്ളം തന്നെ ഒന്നില്ല. അതെന്ത് ന്യായമുണ്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. വെള്ളം തന്നില്ലെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം. ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് എനിക്ക് കൊമേഴ്ഷ്യലായിട്ടൊരു കണക്ഷൻ, കടയുള്ളതുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ടൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ 640 രൂപ, റെസിഡൻഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് 145 രൂപ. അപ്പോൾ ഈ 145 രണ്ട് റെസിഡൻഷ്യൽ കണക്ഷൻ എടുത്തിട്ടുണ്ട്. രണ്ടിനും 145 രൂപ, പിന്നെ 640 രൂപ. ഇത്തരം പൈസ ഞാൻ വെള്ളം വന്നാലും ഇല്ലെങ്കിലും ഞാൻ അടക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് കിട്ടാത്തൊരു സേവനത്തിന് പൈസ മേടിക്കുന്നത്. കേസായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഞാനൊരു ഒടുവിൽ ഈ ഇത്തരം പരാതി കൊടുത്തിട്ട് ലാസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതിൽ നമുക്കൊരു മെസ്സേജ്, പിണറായി വിജയൻ ഒരു നവകേരള സദസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു മെസ്സേജ് വന്ന് താങ്കളുടെ പരാതി പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം വെള്ളം കിട്ടണില്ല, വാടകക്കാർ പോകുമെന്ന് പറയണ്. ഞാൻ ടാങ്കർ ലോറിക്ക് അടിക്കണ്. അപ്പോഴും മെസ്സേജ് വന്നേക്കണേണ് നിങ്ങളുടെ പരാതി പരിഹരിച്ചിരിക്കുന്നു. അതിന് നമുക്ക് ഷോക്കായി പോയി. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ തന്നെ അദ്ദേഹത്തിനെ കളിപ്പിക്കണേ. അതായത് അവർ പറയണത് പ്രശ്നം നമുക്ക് പരിഹരിച്ചു എന്നും പറഞ്ഞ് അവർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തേനെ. അപ്പോൾ അവിടെ നിന്ന് മെസ്സേജ് വന്ന് അത് ഞാൻ അറിഞ്ഞത് വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ പറ്റി അവിടുത്തെ 3 സ്റ്റാഫ് എഴുതി കൊടുത്തതെന്നാണ് അവർ പറയണത്. പക്ഷേ സാധാരണ സ്റ്റാഫിൻ്റെ തലയിൽ വെച്ച് അവർ രക്ഷപ്പെടുന്നത്. എന്തായാലും നമ്മളെല്ലാവരും കേട്ട് മതിയായി ആവശ്യതയായ ഒരു വിഷയം തന്നെയാണ് കുടിവെള്ളം. എങ്കിൽ പോലും ഇതിപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ വരും തലമുറയ്ക്ക്, കാരണം പറയാൻ കാണുന്ന പറഞ്ഞപ്പോൾ കാക്കനാട് വലിയൊരു അപകടം ഉണ്ടായി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് അത് ഏത് വെള്ളത്തിൽ നിന്നാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് ഇപ്പോഴും കൃത്യതയല്ല.
പക്ഷേ എങ്കിൽ പോലും അത്രയും 200-260 ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇത്ര ആളുകൾക്കും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ചെല്ലേണ്ട ഒന്ന് പിന്നെ നമ്മൾ അഡ്വക്കേറ്റിനെ കണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ ചെന്ന് ഹൈക്കോടതിയിൽ ഇവർ റിപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് ഇവർ മറ്റേ അമൃത് പദ്ധതിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ കോർപ്പറേഷൻ്റെ പല മീറ്റിങ്ങിലും പറഞ്ഞത് അമൃത് പദ്ധതിക്ക് ഞങ്ങൾ കൊടുക്കണ്ടെന്ന് പറയണമല്ലാണ്ട് ഇത് പണ്ടോട്ടെ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയണല്ലോ കൊടുക്കണ്ട്, ഞങ്ങൾ പ്രവർത്തിക്കും, വികസനം കൊണ്ടുവരും എന്നൊക്കെ. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അമൃത് പദ്ധതിക്കാർ കോടതിയിൽ പറഞ്ഞത് അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒടുവിൽ കോടതി ഉത്തരവിട്ടുണ്ടെന്ന് 15 ദിവസത്തിനുള്ളിൽ 3 ആഴ്ചക്കുള്ളിൽ ആരെ കൊടുക്കേണ്ട റിപ്പോർട്ട് കോർപ്പറേഷൻ ശരിക്കും നമ്മുടെ കേരള വാട്ടർ ഇല്ല എം പി അല്ല. കാരണം കേരള വാട്ടർ അതോറിറ്റി ഇതിന് എത്ര MLA ഉത്തരവാദിത്തമില്ലേ? MLA ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവർക്കൊക്കെ ഉത്തരവാദിത്തമുള്ള MP MLA നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്, അല്ലാതെ ഞാനല്ല ചെയ്യേണ്ടത്. ഞാൻ ഈ 250 രൂപ ബില്ല് വന്ന സാധനത്തിന് ഞാൻ ഫീസ് അടച്ച് കേസ് കൊടുക്കാൻ നടക്കണത്. അവരത് ജനസേവനം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിയേക്കണല്ലോ, നമ്മ ഇറക്കിച്ചല്ലല്ലോ. അവർ സ്വമേധയാ തിരഞ്ഞെടുത്തല്ല. ആരെങ്കിലും MP-നോട് അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്നയാളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞല്ലോ. അദ്ദേഹത്തിനെ നിർബന്ധിച്ചല്ല, ഒരാളെയും ഒരു രാഷ്ട്രീയക്കാരെയും നിർബന്ധിച്ചല്ല. പക്ഷെ അത് അവർ സ്വമേധയാ തന്നെയാണ് അവർ. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കാണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സങ്കടം വന്നത്. പിന്നെ ഹൈക്കോടതി ഉത്തരവിട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ടെൻഡറിൻ്റെ എമൗണ്ട് എത്രയാവുന്നുള്ളത് 5 കോടി എസ്റ്റിമേറ്റ് ആക്കി. കോടിക്കണക്കിന് രൂപയാണ് കേട്ടോ. അതായത് അമൃതം പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റാതെ കോടിക്കണക്കിന് രൂപ ലാപ്സ് ആക്കി കളഞ്ഞു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും. നമ്മളിൽ എത്ര ജനങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ആ പൈസ നമുക്കിത് ഉപയോഗിക്കാം, ആ പൈസ തിരിച്ച് റീഫണ്ട് പോയി. ഇത് പിന്നീട് ഇത് കേസുമായിട്ട് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കോർപ്പറേഷൻ പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഓഫീസറുണ്ട്, അമൃതം പദ്ധതിക്ക് വേണ്ടി ഒരു ട്രിവാൻഡ്രത്തൊരു ഓഫീസറുണ്ട്. ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെന്നു നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മൾ ജയിപ്പിച്ചു വിട്ടവർ എന്താണ് ചെയ്യണം എന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.